നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ രക്ഷപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. കൊല്ലം കുട്ടിയം സ്വദേശി സിയാദിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. തിരൂർ നഗരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ അയാളെ തിരൂർ പോലീസ് പിടികൂടി. അഗ്നിപത് പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. റിംഗ് റോഡിൽ നിന്നും തീപ്പന്തവുമായി എത്തിയ പ്രവർത്തകരെ റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. താനൂർ ദേവദ റെയിൽവേ മേൽപ്പാലത്തിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടു. പാലത്തിന്റെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിൽ ഗർത്തത്തിൽ തട്ടി ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവ്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ കോടതിയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു. 202 വാഹനാപകട നഷ്ടപരിഹാര കേസിൽ 115 കേസുകൾ തീർപ്പാക്കി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. 6 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 20 പേരാണ് മരിച്ചത്. എലിപ്പനിയുടെ ലക്ഷണങ്ങളോടെ 89 പേരും ഇക്കാലയളവിൽ സംസ്ഥാനത്ത് മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ രക്ഷപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. കൊല്ലം കുട്ടിയം സ്വദേശി സിയാദിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. സിനിമ, ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാൾ. കഴിഞ്ഞ നവംബറിൽ ആലിംഗലിൽ വെച്ച് കഞ്ചാവുമായി എത്തിയ കാർ പോലീസ് തടഞ്ഞ സമയം കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാറിൽ നിന്ന് പോലീസ് 6 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിരുന്നു. സംഭവശേഷം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി ഒളിവിലായിരുന്ന പ്രതിയെ മണ്ണാർക്കാടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തിരൂർ DSP ബെന്നിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഇൻസ്പെക്ടർ ജിജോ MJ, SI ജെല്ലി കടത്തേടത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിലെ മറ്റു പ്രതികളെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. സിനിമാ മേഖലയിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും എത്തിച്ചു നൽകുന്നതിനായിരുന്നു പ്രതികൾ കഞ്ചാവ് കടത്തിയിരുന്നത്. തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരൂർ നഗരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയയാളെ തിരൂർ പോലീസ് പിടികൂടി. ആദവനാട് സ്വദേശി വെട്ടിക്കാട്ടിൽ ഷാനൂബിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. ലഹരി മരുന്ന് കേസിലും നിരവധി മോഷണ കേസിലും പ്രതിയാണ് ഇയാൾ. ആദവനാട് സ്വദേശി വെട്ടിക്കാട്ടിൽ ഷനൂബിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലും ലഹരി മരുന്ന് കേസുകളിലും പ്രതിയായ ഇയാൾ ജയിലിൽ നിന്ന് കുറച്ചു മുമ്പാണ് പുറത്തിറങ്ങിയത്. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയാസ്പദമായി കണ്ടതിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പൊതികൾ കണ്ടെടുത്തത്. തിരൂർ CI MJ ജിജോ, SI ജെല്ലി കടത്തേടത്ത്, പ്രൊമോഷൻ SI സന്നിധി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അടിപിടി, പിടിച്ചുപറി, മോഷണം തുടങ്ങിയ കേസുകൾ ഇയാൾക്കുണ്ട്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഗ്നിപത് പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. റിംഗ് റോഡിൽ നിന്നും തീപ്പന്തവുമായി എത്തിയ പ്രവർത്തകരെ റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. DCC പ്രസിഡന്റ് VS ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഗ്നിപത് പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. റിംഗ് റോഡിൽ നിന്നും തീപ്പന്തവുമായി എത്തിയ പ്രവർത്തകരെ തിരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സൈന്യത്തെ RSS വൽക്കരിക്കാൻ BJP നടത്തുന്ന ഹീനശ്രമങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്ന് DCC പ്രസിഡന്റ് VS ജോയ് പറഞ്ഞു. ഈ രാജ്യത്ത് കത്തിജ്വലിച്ചു നിന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ കെടുത്തിക്കളയാനുള്ള ശ്രമമാണ്. തീക്കൊള്ളി കൊണ്ട് നരേന്ദ്രമോദി കളിക്കുകയാണ്. ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുമോ എന്ന് നമ്മൾ ഭയക്കുകയാണ്. ഈ രാജ്യത്ത് സൈനിക മേഖലയെ മുഴുവൻ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ്, RSS വൽക്കരിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ RSS വൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രിയപ്പെട്ടവരെ രാജ്യവ്യാപകമായി ചെറുപ്പക്കാർ പ്രതിഷേധത്തിലാണ്. വലിയ പ്രതിരോധം ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ സമരമുഖത്ത്, ആ പോരാട്ടത്തിന്റെ പോർമുഖത്ത് ഒരു കുന്തമുനയായി നിലയുറപ്പിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള
നമ്മുടെ നേതാക്കന്മാരെ ED ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ കോടാലിയായി മാറിയിരിക്കുന്ന ED ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി വേട്ടയാടാൻ ശ്രമിക്കുമ്പോ ആ രാഹുൽ ഗാന്ധിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളുടേതുമാണ്. ജില്ലാ പ്രസിഡന്റ് ഷാജി ബച്ചേരി അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലീം മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. മുഹമ്മദ് കുഞ്ഞി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിയാസ് മുക്കോളി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ EP രാജീവ്, P നിതീഷ്, രതീഷ് കൃഷ്ണ, സംസ്ഥാന സമിതി അംഗം റിയാസ് പഴഞ്ഞി, ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ജംഷീർ പാറയിൽ, സുബൈർ മുല്ലഞ്ചേരി, ഉമർലി കരേക്കാട്, സഫീർ ജഹാൻ, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ KA പത്മകുമാർ, യാസിർ പൊട്ടച്ചോല, സക്കീർ പുല്ലാര, ഹാരിസ് ബാബു ചാലിയാർ, നിയോജകമണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MT മുഹമ്മദ് റിയാസ്, ബുഷറുദ്ദീൻ തടത്തിൽ, ഹബീബ് ആദിർശ്ശേരി, ഷബാബ് അക്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വീട്ടാവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. 6.6% നിരക്ക് വർധന. പ്രതിമാസം 50 യൂണിറ്റ് വരെ നിരക്ക് വർധന ഉണ്ടായിരിക്കില്ല. അതേസമയം നിരക്ക് വർധന സ്വാഗതാർഹമെന്ന് സാധാരണക്കാർക്ക് ഭാരമാകില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. അടുത്ത ഒരു വർഷത്തേക്കുള്ള പുതുക്കിയ വൈദ്യുതി നിരക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചത്. പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് പരമാവധി 25 പൈസയാണ് വർധന. 47.50 രൂപ ഈ താരിഫിൽ ഉപഭോക്താക്കൾ അധികം നൽകേണ്ടി വരും. സിംഗിൾ ഫേസിലെ 150 മുതൽ 200 വരെ യൂണിറ്റിലെ ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് 100-ൽ നിന്ന് 160 രൂപയാക്കി. 201 മുതൽ 250 യൂണിറ്റ് വരെയുള്ള സിംഗിൾ ഫേസുകാർക്ക് 30 രൂപയും കൂട്ടിയിട്ടുണ്ട്. 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് 40 പൈസയാണ് വർധനവ് വരിക. കോവിഡ് സാഹചര്യത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ചാണ് താരിഫ് പരിഷ്കരണം നടത്തിയതെന്ന് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ പ്രേമൻ ദിൻരാജ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് KSEB ഒന്ന് ടേൺ അറൗണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ കാര്യമായിട്ട് തന്നെ KSEB കൺട്രോൾ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വർഷം ഉണ്ടായിരിക്കുന്നത് 2021 ഉണ്ടായിരിക്കുന്ന റെഗുലേറ്ററി പ്രോഫിറ്റ് 70 കോടി എന്നുള്ളത് 200-300 കോടി വരികയാണെങ്കിൽ അത്രയും നഷ്ടം നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല KSEB ഇപ്പം 2020-21 അക്കൗണ്ട്സിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന കമ്മീഷൻ അനുവദിച്ച ചിലവുകൾ മാത്രമല്ല കമ്മീഷൻ അനുവദിച്ച ചിലവുകളും അവർ ആക്ച്വലി ചിലവ് നടത്തിയതിനകത്തും വളരെയധികം കൺട്രോൾ വന്നിട്ടുണ്ട്. നിരക്ക് വർധനവുണ്ടെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ താരിഫിൽ വർധനവ് വരുത്തിയിട്ടില്ല. 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും പുതിയ പരിഷ്കരണം ആശ്വാസമാണ്. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, അങ്കണവാടികൾ എന്നിവർക്ക് വർധനവ് ബാധകമല്ല. മാരകരോഗങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്നിവർക്ക് അനുവദിച്ചിരുന്ന ആനുകൂല്യം നിലനിർത്തിയിട്ടുണ്ട്. ചെറിയ പെട്ടിക്കടകൾ, തട്ടുകടകൾ എന്നിവയുടെ കുറഞ്ഞ നിരക്കിലുള്ള താരിഫ് 1000-ൽ നിന്നും 2000-ആയി വർദ്ധിപ്പിച്ചതും ആശ്വാസമാണ്. കാർഷിക ഉപഭോക്താക്കൾക്കും ചാർജ് വർധനവില്ല. അതേസമയം സർക്കാർ വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടെ ഇവയുടെ ചാർജിംഗ് താരിഫ് ഉയർത്തി. ഫിക്സഡ് ചാർജ് 75 രൂപയിൽ നിന്ന് 90 രൂപയായി വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 50 പൈസയുടെ വർധനവാണ് വരുത്തിയത്. ചാർജിംഗ് സ്റ്റേഷനുകൾ KSEB-യിൽ നിന്നും വൈദ്യുതി വാങ്ങുന്ന നിരക്കാണിത്. ഉപഭോക്താക്കളിൽ നിന്ന് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് യൂണിറ്റിന് 8 രൂപ വരെ ഈടാക്കാനാകും. ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുഞ്ചൻപറമ്പിൽ തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിയാബ് വേദവ്യാസയിൽ നിന്ന് ഹിന്ദി അധ്യാപക മഞ്ച് മലപ്പുറം ജില്ലാ സെക്രട്ടറി KV സിന്ധു മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി ഭാഷയുടെ പ്രചരണാർത്ഥം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അക്കാദമിക പിന്തുണ നൽകിയാണ് അധ്യാപക മഞ്ച് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 1 മുതൽ 31 വരെയാണ് ക്യാമ്പയിൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിയാബ് വേദവ്യാസയിൽ നിന്ന് ഹിന്ദി അധ്യാപക മഞ്ച് മലപ്പുറം ജില്ലാ സെക്രട്ടറി KV സിന്ധു മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഹിന്ദി അധ്യാപക മഞ്ചിൻ്റെ സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന മലപ്പുറം ജില്ലയിലാണ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രവർത്തനം, ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K മുഹമ്മദ് മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ P അബ്ദുൽ അസീസ്, സംസ്ഥാന IT കോർഡിനേറ്റർ ഹാരിസ്, സബ് ജില്ലാ പ്രസിഡന്റ് M ശശികുമാർ, സെക്രട്ടറി അലി പറമ്പിൽ, ദീപ, ലത, ലക്ഷ്മി, മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനൂർ ദേവത റെയിൽവേ മേൽപ്പാലത്തിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടു. പാലത്തിൽ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഗർത്തത്തിൽ തട്ടി ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാവാത്തതാണ് ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമായത്.
താനൂർ ദേവദ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇരുമ്പ് പട്ടകളും കോൺക്രീറ്റുകളുമെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തതാണ് പാലത്തിന് തകർച്ചയ്ക്ക് കാരണമാകുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 10,000-കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഈ ദേവദാർ ഓവർബ്രിഡ്ജ് ഇതാര് നന്നാക്കണം, എവിടെ നന്നാക്കണം, എങ്ങനെ നന്നാക്കണം എന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെ പൈസ വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? ഇവിടെ നിരന്തരം പ്രൈവറ്റായിട്ട് പല ആളോടും പറഞ്ഞിട്ട് ഇവിടെ സിമെൻ്റ് ഇട്ട് കല്ലിട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വീണ്ടും ഇവിടെ അപകടങ്ങൾ ദിനംപ്രതി ഇവിടെ ബൈക്കുകളാണ് ഇവിടെ വീഴുന്നത്. ബൈക്കിൻ്റെ കുട്ടികൾ വീണിട്ട് ഇത് ആരും കാണുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ഇതൊരു മുന്നറിയിപ്പായിക്കൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ അഭിമുഖം കൊടുക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവദ തിരുത്താനൂർ റോഡിലുള്ള ഓവർബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെടുകയാണ്. മേൽപ്പാലത്തിൽ ടോൾ പിരിവ് പതിപോലെ നടക്കുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടക്കാത്തത്. നേരത്തെയും പാലത്തിൽ ഗർത്തങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടുകാരാണ് ശ്രമദാനമായി നേരെയാക്കിയത്. അപകടങ്ങൾ തുടക്കതയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. LP സ്കൂൾ വാക്കാട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നാടകകൃത്തും മാപ്പിളപ്പാട്ട് രചയിതാവുമായ KP കുട്ടി വാക്കാട് നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾക്ക് ശേഷം ഗുരുവന്ദനം ആൽബത്തിന്റെ അണിയറ ശില്പികളുമായി സ്നേഹസംവാദവും നടന്നു. LP സ്കൂൾ വാക്കാട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്തും മാപ്പിളപ്പാട്ട് രചയിതാവുമായ KP കുട്ടി വാക്കാട് നിർവഹിച്ചു. PTA പ്രസിഡന്റ് P. ഇബ്രാഹിം കുട്ടി അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ K, സുരേഷ് P, ഷാഹുൽ ഹമീദ് KP, പ്രമോദ് K എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾക്ക് ശേഷം ഗുരുവന്ദനം ആൽബത്തിന്റെ അണിയറ ശില്പികളുമായുള്ള സ്നേഹസംവാദവും നടന്നു. കോട്ടൂർ AK ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിജയോത്സവം 2022 എന്ന പേരിൽ ഒരുക്കിയ പരിപാടി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ ഷബീർ ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ AK ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിജയോത്സവം 2022 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ ഷബീർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വലിയ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അനുഭവം വെച്ച്. 2 വർഷം +2 കഴിഞ്ഞ് അവൻ നല്ല മാർക്കിൽ പാസ്സായി. എനിക്ക് അവനെ നല്ല മാർക്കിലോട് പാസ്സായി. അവൻ ഇപ്പോൾ കളമശ്ശേരി രാജഗിരിയിൽ BBAക്ക് പഠിക്കുകയാണ്. അത്തരത്തിൽ എന്റെ മോനെ എത്തിച്ചത് ഈ സ്കൂളിലെ ഈ AKMH സ്കൂളിലെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. അതിന് എനിക്ക് ഈ അധ്യാപകര് എനിക്ക് നല്ല സപ്പോർട്ടുമായിരുന്നു. വാർഡ് കൗൺസിലർ ഹനീഫ അധ്യക്ഷനായിരുന്നു. +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ 45 വിദ്യാർത്ഥികളെയും SLC പരീക്ഷയിൽ 105 A+ നേടിയ വിദ്യാർത്ഥികളെയും 9 A+ നേടിയ 81 വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അഹമ്മദ് കുരിക്കൽ ടോപ്പ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല, സ്കൂൾ മാനേജർ കറുത്തേടത്ത് ഇബ്രാഹിം ഹാജി, PTA പ്രസിഡന്റ് ജുനൈദ് പരവക്കൽ, വൈസ് പ്രസിഡന്റ് ജയദേവൻ കോട്ടക്കൽ, പ്രധാനാധ്യാപകൻ ബഷീർ കുരുണിയൻ, പ്രിൻസിപ്പൽ അലി കടവണ്ടി, സ്റ്റാഫ് സെക്രട്ടറി MT ജുമൈല തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ OISCA ഇന്റർനാഷണലും IHD കമ്പ്യൂട്ടർ കോളേജും സംയുക്തമായി ലോക ലഹരി വിരുദ്ധ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. SI O സജിത ഉദ്ഘാടനം ചെയ്തു. IHD പോലീസ് ലൈൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി എക്സൈസ് ഇൻസ്പെക്ടർ O സജിത ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കള്, അതായത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും എന്നൊരു ആപ്തവാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെല്ലാം നമ്മുടെ നന്മകൾ ആഗ്രഹിച്ച് മാത്രം നിങ്ങളെ ഉപദേശിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. എല്ലാവരും ഈ ക്ലാസ്സിലുള്ള എല്ലാവരും നല്ലവരാണെന്നറിയാം. ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അവരെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. KK റസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ T യൂസഫ് അലി ക്ലാസ്സിന് നേതൃത്വം നൽകി. ഒരു നിശ്ചിത ശതമാനം കുട്ടികൾ അറിയാതെ പോലും ചെറിയ തരത്തിലെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഈ സ്കൂട്ടുകളൊക്കെ അയാൾക്ക് പടായി പറയും, വെറുതെ പറയുന്നത് അല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് പുറത്ത് വിറ്റഴിക്കുന്ന പലതരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കുമല്ലോ. പിന്നെ കുട്ടികൾ കൂൾ ഡ്രിങ്ക്സ് ആണ് പലതും. അതുകൂടാതെ ചൂയിങ്കം പോലുള്ള സാധനങ്ങൾ, മറ്റു പലഹാരങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ഐസ്ക്രീം
ഏതെങ്കിലും തരത്തിൽ ഇത്തരം സാധനങ്ങൾ വളരെ ചെറിയ തോതിലെങ്കിലും മയക്കുമരുന്ന് തരത്തിൽ സ്വഭാവം വരുന്ന അഡിക്ഷൻ വരുത്തുന്ന ചെറിയ ഐറ്റം സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കി ഡാറ്റകളിലൂടെ കണക്കാക്കി പറയുന്നുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ തിരൂരിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിതയ്ക്ക് യാത്രയപ്പ് നൽകി. കോളേജ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ സ്വാഗതവും മലബാർ ഷഫീഖ് നന്ദിയും പറഞ്ഞു. ഖാദർ കൈനിക്കര, കെ പ്രദീപ് കുമാർ, പ്രദീപ് അയ്യോളി, ശരണ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പരിപാടിയിൽ നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പാറശ്ശേരി അവണക്കാട്ട് അമൃതയെ ഭാരതീയ ഹിന്ദു വിദ്യാമന്ദിർ ഭാരവാഹികൾ വീട്ടിലെത്തി അനുമോദിച്ചു. തിരുനഗരസഭാ കൗൺസിലർ നിർമ്മല കുട്ടിക്കൃഷ്ണൻ ഉപഹാരം നൽകി. ഭാരതീയ ഹിന്ദു വിദ്യാമന്ദിർ സംസ്ഥാന പ്രസിഡന്റ് കണ്ണൂർ ഷാജി മാനഞ്ചേരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജനചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ കൺവീനർ സജീഷ്, BJP സംസ്ഥാന കൗൺസിലർമാരായ ഭരതൻ വയ്യാട്ട്, നിർമ്മല കുട്ടികൃഷ്ണൻ, BJP മണ്ഡലം പ്രസിഡന്റ് രമ ഷാജി, മണ്ണത്ത് മണികണ്ഠൻ, താമരത്ത് ബാബു തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂർ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ കോടതിയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു. 202 വാഹനാപകട നഷ്ടപരിഹാര കേസിൽ 115 കേസുകൾ തീർപ്പാക്കി. 2,65,04,895 രൂപ കക്ഷികൾക്ക് നൽകാൻ വിധി. അഡീഷണൽ ജില്ലാ ജഡ്ജ് കൃഷ്ണകുമാർ നേതൃത്വം നൽകി. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരൂർ കോടതിയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. 5 കോടതികളിലായുള്ള സിവിൽ, ക്രിമിനൽ, വാഹനാപകട നഷ്ടപരിഹാര കേസുകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. 202 വാഹനാപകട നഷ്ടപരിഹാര കേസിൽ 115 കേസുകളാണ് തീർപ്പാക്കിയത്. 2,65,04,895 രൂപ കക്ഷികൾക്ക് നൽകാൻ വിധിയായി. കോടതിയിൽ പെൻഡിംഗുള്ള കുടുംബ കോടതിയുടെ 23 കേസുകളിൽ 1 തീർപ്പാക്കി. 44 പ്രീ ലിറ്റിഗേഷൻ കേസുകളിൽ 20 തീർപ്പാക്കിയത്. പ്രീ ലിറ്റിഗേഷൻ കേസുകളിൽ 44 20 തീർപ്പാക്കി. കക്ഷികളുമായി നേരിട്ട് സംവദിച്ച് തീർക്കാൻ പറ്റാവുന്ന പരാതികളാണ് അദാലത്തിലേക്ക് മാറ്റിയിരുന്നത്. രാജ്യാന്തര തലത്തിൽ 2ാം ശനിയാഴ്ചകളിലാണ് അദാലത്ത് വെച്ചിരുന്നത്. എന്നാൽ കേരളത്തിൽ അദാലത്ത് വെച്ച 2ാം ശനിയാഴ്ച കോടതി അവധി ദിനമായിരുന്നു. ഇതിനെ തുടർന്നാണ് ജൂൺ മാസത്തിലെ അദാലത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതി ജഡ്ജ് NR കൃഷ്ണകുമാർ അദാലത്തിന് നേതൃത്വം നൽകി. കുടുംബ കോടതി ജഡ്ജ് KS മധു, തിരു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PP ഷിയാസ്, ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി നവീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അവധി ദിനങ്ങളിലും ഓഫീസിൽ സജീവമായി തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ജീവനക്കാർ. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് ഞായറാഴ്ചകളിലും അവധി മാറ്റിവെച്ച് ജീവനക്കാർ ഓഫീസുകളിൽ എത്തുന്നത്. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായാണ് ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ അവധി മാറ്റിവെച്ച് ജീവനക്കാർ ഓഫീസുകളിലെത്തുന്നത്. തിരൂർ താലൂക്കിലെ 90% ജീവനക്കാരും ഓഫീസിലെത്തിയിരുന്നു. മെയ് 5 മുതലാണ് ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ജൂലൈ 1 മുതൽ 15 വരെയുള്ള തീയതികളിൽ വില്ലേജ് ഓഫീസുകളിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ ഫയലുകൾ തീർപ്പാക്കും. 2ാം ഘട്ടത്തിൽ 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ താലൂക്ക് ഓഫീസിൽ ഫയലുകൾ തീർപ്പാക്കാൻ അദാലത്ത് നടക്കും. ഇന്ന് നമ്മുടെ തിരൂർ താലൂക്കിലെ താലൂക്ക് ഓഫീസും താലൂക്കിന് കീഴിൽ വരുന്ന 30 വില്ലേജ് ഓഫീസുകളും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ വിളിച്ചു ചേർത്ത ഓൺലൈൻ മീറ്റിങ്ങിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് നമ്മൾ ഈ ഫയൽ അദാലത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപ്രകാരം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് ആ ആക്ഷൻ പ്ലാൻ പ്രകാരം നമ്മൾ സെപ്റ്റംബർ 30-നകം നമ്മുടെ കെട്ടിക്കിടക്കുന്ന മുഴുവൻ ഫയലുകളും തീർപ്പാക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മുഴുവൻ ജീവനക്കാർക്കും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പെട്ട സെക്രട്ടേറിയറ്റ് മുതൽ താഴെ തട്ടിലുള്ള വില്ലേജ് ഓഫീസിൽ വരെയുള്ള ജീവനക്കാരോട് നൽകിയ സന്ദേശം മാസത്തിലൊരു ഹോളിഡേ ഈ ഫയൽ തീർപ്പാക്കലിന് വേണ്ടി മാത്രമായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള മുഴുവൻ വില്ലേജ് ഓഫീസുകളും 30 വില്ലേജ് ഓഫീസുകളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത്. 25-26 തീയതിയിൽ RD ഓഫീസിലും കളക്ടറേറ്റിലുമാണ് അദാലത്ത് നടക്കുകയെന്ന് തിരൂർ തഹസിൽദാർ ഉണ്ണി പറഞ്ഞു. 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ഈ 30 വില്ലേജ് ഓഫീസുകളിലും ചാർജ് ഓഫീസർമാർ പങ്കെടുക്കുന്ന ഫയൽ അദാലത്തുകൾ നടക്കും. അതിൽ തീർപ്പാക്കിയ ഫയലുകൾ കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഫയലുകളുടെയും റിപ്പോർട്ടുകൾ താലൂക്കിലേക്ക് തരാനുള്ളത്, RD ഓഫീസിലേക്ക് കൊടുക്കാനുള്ളത്, കളക്ടറേറ്റിലേക്ക് കൊടുക്കാനുള്ളത് എല്ലാം തന്നെ വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാക്കും.
അതിനുശേഷം 18 മുതൽ 23 വരെ താലൂക്ക് ഓഫീസിൽ ആ റിപ്പോർട്ടുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ തീർപ്പാക്കാനുള്ള മുഴുവൻ ഫയലുകളും തീർപ്പാക്കി. അത് കഴിഞ്ഞ് 25-26 തീയതികളിൽ RDO ഓഫീസിലും ഓഗസ്റ്റ് മാസം 3-ാം തീയതി കളക്ടറേറ്റിലും ഈ ആക്ഷൻ പ്ലാൻ പ്രകാരം ഫയൽ തീർപ്പാക്കൽ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫയൽ തീർപ്പാക്കൽ കഴിഞ്ഞ് അത് സെക്രട്ടേറിയറ്റ് തലം വരെ ഉണ്ട്. ഈ മാസം ജൂലൈ 30 വരെ സെക്രട്ടേറിയറ്റ് തലം വരെ ഈ ആക്ഷൻ പ്ലാൻ പ്രകാരം തീർപ്പാക്കൽ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സമയപരിധിക്ക് മുമ്പായി മുഴുവൻ ഫയലുകളും തീർപ്പാക്കാനുള്ള തീവ്ര പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തിരൂർ TIC സെക്കൻഡറി സ്കൂൾ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. TIC ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് VK ഉദ്ഘാടനം ചെയ്തു. തിരൂർ TIC സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. TIC ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് VK ഉദ്ഘാടനം ചെയ്തു. ലൈഫ് കോച്ച് മുഹമ്മദ് താജ് N വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്കൂൾ ചെയർമാൻ ഇബ്രാഹിം കോട്ടയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ നജീബ് പരീദ്, സ്കൂൾ സെക്രട്ടറി സഹീർ കൂട്ട്, PTA പ്രസിഡന്റ് അമീർ, വാർഡ് കൗൺസിലർ KP അബ്ദുള്ളക്കുട്ടി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സാബിക് വെട്ടം, മദർ PTA പ്രസിഡന്റ് നസീമ, സ്കൂൾ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ മുജീബ്, അധ്യാപിക സതി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫബിദ ഇബ്രാഹിം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആഷിർ നന്ദിയും പറഞ്ഞു. സമസ്ത ഫാദില പൊതുപരീക്ഷയിൽ താനാള് സ്വദേശിനി ഫെമീനയ്ക്ക് മികച്ച നേട്ടം. മീനടത്തൂർ മർജാൻ വിമൻസ് കോളേജ് വിദ്യാർത്ഥിനിയായ ഫെമീനയെ കോളേജ് അധികൃതർ വീട്ടിലെത്തി അനുമോദിച്ചു. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടത്തുന്ന ഫാദില പൊതുപരീക്ഷയിൽ താനാള് സ്വദേശിനി ചേരിയത്ത് ഫെമിനയ്ക്ക് മികച്ച നേട്ടം. സംസ്ഥാന തലത്തിൽ ഉയർന്ന മാർക്ക് നേടിയ 5 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഫെമിന. താനാള് സ്വദേശി ചേരിയത്ത് മുജീബ് റഹ്മാൻ തസ്ലീന ദമ്പതികളുടെ മകളാണ്. മികച്ച വിജയം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് ഫെമിന പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന ഫാദില കോഴ്സ് പബ്ലിക് എക്സാം കഴിഞ്ഞ അതിൽ സംസ്ഥാന തലത്തിൽ 5 റാങ്ക് കിട്ടിയ കൂട്ടത്തിൽ ഒരാളാകാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. സംസ്ഥ നേരിട്ട് നടത്തുന്ന 2 വർഷത്തെ കോഴ്സാണിത്. മർജാൻ വുമൻസ് കോളേജിൻ്റെ കീഴിൽ ഞാൻ എക്സാം എഴുതി 5 റാങ്ക് കിട്ടിയ ഒരാളിലായതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കേരളത്തിലും കർണാടകയിലുമായി 100ഓളം സ്ഥാപനങ്ങളിലായി നടത്തിയ പരീക്ഷയിലാണ് മുഴുവൻ വിഷയങ്ങൾക്കും 100% മാർക്ക് നേടിയത്. മീനടത്തൂർ മർജാൻ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഫെമിനയെ കോളേജ് അധികൃതർ വീട്ടിലെത്തി അനുമോദിച്ചു. എല്ലാ വിഷയങ്ങളിലും 100-ൽ 100 മാർക്ക് വാങ്ങി വിജയിച്ച 4 കുട്ടികളിൽ ഒരാളാണ് ഫെമിന. ഫെമിന ഇതിനു മുമ്പ് കേരള തലത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിലും 2ാം റൗണ്ടിൽ എത്തുകയും സമ്മാനം നേടുകയും ചെയ്ത പ്രിയപ്പെട്ട മകളാണ്. അവളെ ഈ നേട്ടം കൈവരിച്ചതിൽ മർജാൻ വുമൻസ് കോളേജിലെ മാനേജ്മെൻറ്റിന് ഏറെ സന്തോഷമുണ്ട്. അതിന് അവളെ സഹായിച്ച അധ്യാപകരെയും തയ്യാറാക്കിയ രക്ഷിതാക്കളെയുമൊക്കെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. മണത്ത് ഹംസ ഹാജി, CK ബാപ്പു ഹാജി, തൈക്കാട് റസാഖ്, തച്ചത്ത് റഷീദ്, വള്ളിയങ്ങൽ റഷീദ്, പുല്ലൂണി മുഹമ്മദ് അലി, TP അലി, NP ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. താനൂർ നടക്കാവ് ബൈപ്പാസിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. താനൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ടൈൽസുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ 1:15 അപകടം സംഭവിച്ചത്. താനൂർ പുതിയ ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡിലേക്കുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. എതിർഭാഗത്തു നിന്ന് മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. 6 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 20 പേരാണ് മരിച്ചത്. എലിപ്പനിയുടെ ലക്ഷണങ്ങളോടെ 89 പേരും ഇക്കാലയളവിൽ സംസ്ഥാനത്ത് മരിച്ചു. പകർച്ചവ്യാധി മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച 20 പേരാണ് മരിച്ചത്. എലിപ്പനിയുടെ ലക്ഷണങ്ങളോടെ 89 പേരും ഇക്കാലയളവിൽ സംസ്ഥാനത്ത് മരിച്ചു. പകർച്ചവ്യാധി മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. എലിപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനവുണ്ടായിട്ടുണ്ട്. ഈ മാസം ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണത്തേക്കാൾ പകുതിയാണ് എലിപ്പനി ബാധിച്ചവരുടെ എണ്ണം. സംസ്ഥാനത്ത് ഈ മാസം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചു. എന്നാൽ എലിപ്പനി ബാധിച്ച 6 പേരാണ് ഈ മാസം മരിച്ചത്. ഈ മാസം എലിപ്പനിയുടെ ലക്ഷണങ്ങളോടെ മരണപ്പെട്ടത് 25 പേരാണ്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് പരിശോധനയിലൂടെ എലിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. വൃക്ക, ശ്വാസകോശം, കരൾ എന്നിവയെ പനി ഗുരുതരമായി ബാധിച്ചതിന് ശേഷമാണ് രോഗബാധിതരിൽ ഭൂരിഭാഗം പേരും ചികിത്സ തേടുന്നത്. ഇതാണ് മരണസംഖ്യ കൂടാൻ ഇടയാക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. കഴിഞ്ഞ വർഷം 97 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. 2020-ൽ 48 പേരും 2019-ൽ 57 മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു.
സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം അടക്കം 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കർണാടക തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെയും സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ സാധ്യത ശക്തമായി നിലനിൽക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജൂൺ 29 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെട്ടമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വെട്ടമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് എം ടി വാസു, എം ചോയി, അലിക്കുട്ടി മുക്കാട്ടിൽ, കെ കെ ഇസ്മായിൽ, കൃപാധരൻ, സിജു നായർ വീട്ടിൽ, അബ്ദുൽ ലത്തീഫ്, ബാലൻ, ബൈജു, സിദ്ദിഖ്, ദാസൻ, രാംദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ നേതൃത്വത്തിൽ 2021-22 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നസീമ ഉദ്ഘാടനം ചെയ്തു. ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ നേതൃത്വത്തിൽ 2021-22 അധ്യയന വർഷത്തിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി. ഡൗൺ ബ്രിഡ്ജ് പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ഈ ഡൗൺ ബ്രിഡ്ജ് എന്ന ക്ലബ്ബ് കുറച്ചു കാലങ്ങളായിട്ട്, ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 3-4 വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതേപോലെയുള്ള കഴിഞ്ഞ തവണയും വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ തന്നെയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരള മെഗാമേളയിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം നേടിയ മാധ്യമ ലേഖൻ AP ഷഫീഖിനെ ആദരിച്ചു. ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് വി അഷ്റഫ് അധ്യക്ഷനായിരുന്നു. AP ഷഫീഖ്, അഹാബ്, ഷാഫി സബ്ക, സിറാബ്, ഷിബിൽ, TV മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ രക്ഷപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതിപിടിയിൽ കൊല്ലം കുട്ടിയം സ്വദേശി സിയാദിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. തിരൂർ നഗരത്തിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ അയാളെ തിരൂർ പോലീസ് പിടികൂടി. അഗ്നിപഥ് പദ്ധതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. റിംഗ് റോഡിൽ നിന്നും തീപ്പന്തവുമായി എത്തിയ പ്രവർത്തകരെ റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. താനൂർ ദേവദ റെയിൽവേ മേൽപ്പാലത്തിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടു. പാലത്തിന്റെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിൽ ഗർത്തത്തിൽ തട്ടി ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവും. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ കോടതിയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു. 202 വാഹനാപകട നഷ്ടപരിഹാര കേസിൽ 115 കേസുകൾ തീർപ്പാക്കി. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. 6 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് 20 പേരാണ് മരിച്ചത്. എലിപ്പനിയുടെ ലക്ഷണങ്ങളോടെ 89 പേരും ഇക്കാലയളവിൽ സംസ്ഥാനത്ത് മരിച്ചു. ഇതോടൊരു വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.